യുവർ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഓയിൽസിനെ കുറിച്ചാണ്. നമുക്കെപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ, ഏത് തരം ഓയിൽസാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്, പിന്നെ എത്ര ക്വാണ്ടിറ്റിയാണ് ഓയിൽസ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ഓയിൽസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിലായാൽ പോലും നമ്മൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ നല്ലെണ്ണ യൂസ് ചെയ്യുന്നുണ്ട്, റൈസ് ബ്രാൻ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്, സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്, പീനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്, ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഓയിൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. കുറേ കാലം മുമ്പ് വരെ നമ്മളെല്ലാവരും വിചാരിച്ചിരുന്ന ഒരു കാര്യം സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും ഹെൽത്തിയർ, അല്ലെങ്കിൽ ഒലിവ് ഓയിലാണ് ഏറ്റവും ഹെൽത്തിയർ എന്നുള്ളതായിരുന്നു അല്ലേ. പക്ഷേ ഇന്ന് ഒരുപാട് സ്റ്റഡീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് കുക്കിങ്ങിൽ. ഒരുപാട് രോഗങ്ങളെ ഇല്ലാതാക്കുവാനൊക്കെ കോക്കനട്ട് ഓയിൽ സഹായിക്കുന്നുണ്ട്. ഇൻ്റർനാഷണൽ കൺട്രീസിലൊക്കെ കോക്കനട്ട് ഓയിലാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് അവർ താല്പര്യപ്പെടുന്നത്. ചില രാജ്യങ്ങളിൽ ചില പ്രത്യേക അസുഖങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ കുടിക്കുക വരെ ചെയ്യുന്നുണ്ട്, അതൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്. അതുപോലെ നമ്മുടെ ലിവർ സിറോസിസ് ഒക്കെ ഉള്ള പേഷ്യൻസിന് ഏറ്റവും നല്ലത് കോക്കനട്ട് ഓയിലാണ്, കാരണം അതിൽ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോക്കനട്ട് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഓയിൽ, പ്രത്യേകിച്ച് മലയാളികൾക്ക്. കാരണം നമുക്ക് ഈസിലി അവൈലബിൾ ആണ് കോക്കനട്ട് ഓയിൽ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കെമിക്കൽസ് ഒന്നും കോക്കനട്ട് ഓയിലിൽ ഉണ്ടാവില്ല. പിന്നെ അടുത്തത് നമ്മൾ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ മിക്കതിൻ്റെ പാക്കറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. റിഫൈൻഡ് സൺഫ്ലവർ ഓയിലും ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ഫിൽറ്റേർഡ് സൺഫ്ലവർ ഓയിലും ഉണ്ടാവും. അത് ഏത് തരം ഓയിലാണെങ്കിലും പോലും റിഫൈനിങ്ങും ഫിൽറ്ററിങ്ങും രണ്ട് ടെക്നിക്കിൽ കൂടാണ് ഈ ഓയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. റിഫൈനിങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോസസ്സിൽ കൂടാണ് ഓയിൽ കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ ലോസ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ന്യൂട്രിയൻസ് ഒന്നും ഉണ്ടാവില്ല അതിൽ, ജസ്റ്റ് ഫാറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ റിഫൈൻഡ് ഓയിൽസ് അധികം യൂസ് ചെയ്യാതിരിക്കുക, ഫിൽറ്റേർഡ് ഓയിൽസാണ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ചില പാക്കറ്റിൻ്റെയൊക്കെ ഓയിലിൻ്റെ പാക്കറ്റിലൊക്കെ ബാക്കിലായിട്ട് ഇതുപോലെ റിഫൈനിങ് ഇത്ര പെർസെൻറ്റേജ്, ഫിൽറ്ററിങ് ഇത്ര പെർസെൻറ്റേജ് എന്നുണ്ടാവും. അപ്പോൾ ഫിൽറ്ററിങ് കൂടുതലായിരിക്കുന്ന ഓയിലാണ് ഫിൽറ്റേർഡ് ഓയിൽ. ചിലർ അത് അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് മിക്കവരും കാണിക്കാറില്ല, മിക്ക കമ്പനീസും അത് കാണിക്കാറില്ല. റിഫൈൻഡ് ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട്. പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം, PCOD അഥവാ PCOS ഉള്ളവരൊക്കെ റിഫൈൻഡ് ഓയിൽസ് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല, കാരണം അത് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ PCOD ഉള്ളവരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്ട്സും ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ മൈദയൊക്കെ റിഫൈൻഡ് പ്രോഡക്ട്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ ആട്ട റിഫൈൻഡ് ആണ്. ശരിക്കും ഉള്ള ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ സബ്ജക്റ്റിൽ നിന്ന് മാറല്ല, എന്നോട് 2-3 സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായി ഈ ഇടയ്ക്ക് ആട്ട യൂസ് ചെയ്യാമോ എന്നൊക്കെ. അപ്പോൾ അതിനുള്ള മറുപടി ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓയിലിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫിൽറ്റേർഡ് ഓയിൽ യൂസ് ചെയ്യുക, റിഫൈൻഡ് ഓയിൽസ് അധികം യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ മറ്റൊരു ഓയിലാണ് ഒലിവ് ഓയിൽ. ഒലിവ് ഓയിൽ നമ്മുടെ രാജ്യത്ത് അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒലിവ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് അത് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ നമ്മുടെ കൈകളിൽ ഒലിവ് ഓയിൽ എത്തുമ്പോൾ അതിലൊരുപാട് കെമിക്കൽസ് ഉണ്ടാവും. ഒലിവ് ഓയിൽ തന്നെ പല ടൈപ്പുണ്ട്. എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ, അതുപോലെ പ്യുവർ, എക്സ്ട്രാ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പേരുകളിൽ ഒലിവ് ഓയിൽ ഉണ്ട്. ഈ ഒലിവ് ഓയിൽ, എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ എന്ന് പറഞ്ഞാൽ അതിൽ ഫസ്റ്റ് പ്രോസസ്സിങ് സ്റ്റേജിൽ വരുന്ന ഒലിവ് ഓയിലാണ്. വെർജിൻ ഒലിവ് ഓയിൽ സെക്കൻഡ് സ്റ്റേജിൽ വരുന്നത്. അങ്ങനെ ഓരോരോ സ്റ്റേജ് അനുസരിച്ചാണ് അതിൻ്റെ പേരുകൾക്ക് ഡിഫറൻസ് വരുന്നത്. പക്ഷേ ഒലിവ് ഓയിൽ നമ്മുടെ സാധാരണ ഇന്ത്യൻ കുക്കിങ്ങിൽ അത്ര നല്ലതല്ല. നമ്മൾ താളിച്ചുള്ള കറികളിലാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലൊന്നും ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല, ടേസ്റ്റ് അത്ര നല്ലതാവില്ല. സാലഡ് ഡ്രസ്സിങ്സിലൊക്കെ ഒലിവ് ഓയിൽ നല്ലതാണ്, പക്ഷേ ചൂടാക്കിയുള്ള കുക്കിങ്ങിലൊന്നും ഒലിവ് ഓയിൽ അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ കുക്കിങ്ങിന് പറ്റിയ ഒരു ഓയിലല്ല ഒലിവ് ഓയിൽ. അടുത്തത് ആൽമണ്ട് ഓയിൽ. ആൽമണ്ട് ഓയിൽ നമ്മുടെ സ്കിന്നിനൊക്കെ ഒരുപാട് നല്ലതാണ്. കണ്ണിൻ്റെ അടിയിലുള്ള ഡാർക്ക് സർക്കിൾസൊക്കെ മാറാനായിട്ട് രാത്രി കുറച്ച് ആൽമണ്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ നല്ല ആശ്വാസം കിട്ടും അതിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൽമണ്ട് ഓയിൽ നമ്മുടെ പുറമേ ഉള്ള ആപ്ലിക്കേഷന് നല്ലതാണ്.
പിന്നെ എപ്പോഴും സംശയം ഉള്ള ഒരു കാര്യമാണ് ബ്രാൻ ഓയിലിനെ കുറിച്ച്. തവിടെണ്ണ അല്ലേ? തവിടെണ്ണ ഒരിടക്ക് നല്ല പോപ്പുലറായിരുന്നു. കൂടുതൽ പേരും തവിടെണ്ണ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. തവിടെണ്ണയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ സ്മോക്ക് പോയിൻ്റ് വളരെ കൂടുതലാണ്. സാധാരണയായിട്ട് എണ്ണയിൽ കെമിക്കൽ രൂപാന്തരപ്പെടുന്നത് അത് എണ്ണ പുകയില്ലേ, ആ സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് എണ്ണയിൽ കെമിക്കൽ രൂപാന്തരപ്പെടുന്നത്. അപ്പോൾ സ്മോക്ക് പോയിൻ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഫ്രൈ ചെയ്യുന്നതിന് നല്ലതാണ് നമ്മുടെ ബ്രാൻ ഓയിൽ. നല്ലെണ്ണ, നോർത്തിലൊക്കെ കൂടുതലും നല്ലെണ്ണ യൂസ് ചെയ്യാറുണ്ട്. നല്ലെണ്ണയും നമ്മുടെ കുക്കിങ്ങിൽ നല്ലത് തന്നെയാണ്. പക്ഷേ ഏറ്റവും നല്ലത് എൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ്. അടുത്തത് നമ്മുടെ ഫേവറേറ്റാണ് ഘീ, അതായത് നമ്മുടെ ശുദ്ധമായ പശു നെയ്യ്. അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ക്വാണ്ടിറ്റി നിങ്ങൾ ശ്രദ്ധിക്കുക. പശു നെയ്യ് ഉപയോഗിക്കാമെന്ന് കരുതി ധാരാളമായിട്ട് ഉപയോഗിക്കുകയൊന്നും ചെയ്യരുത്. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി, ഏകദേശം 2 സ്പൂണ് പെർ ഡേ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്ത് ഓയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലും 3 ചെറിയ സ്പൂണിൽ കൂടുതൽ, അതായത് 3 ടീസ്പൂണിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല ഒരു ദിവസത്തെ കുക്കിങ്ങിന്. ഇപ്പോൾ ഒരു വീട്ടിൽ 5 പേര് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അവർക്ക് ഫുള്ളായിട്ടായിരിക്കുമല്ലോ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് 3 ചെറിയ സ്പൂൺ വെച്ചിട്ട് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. നേരത്തെ ഞാൻ നെയ്യ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നെയ്യും എണ്ണയും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ ഒരു ദിവസം. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക. ഓയിൽ അധികം യൂസ് ചെയ്യുകയാണെങ്കിൽ നെയ്യുടെ അളവ് കുറയ്ക്കുക, അങ്ങനെ ചെയ്യാം. പിന്നെ ഒരു ദിവസം കോക്കനട്ട് ഓയിൽ, അതുപോലെ നല്ലെണ്ണ യൂസ് ചെയ്യുന്നുണ്ട്, സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ നെയ്യ് യൂസ് ചെയ്യുക. ഇങ്ങനെയുള്ള എല്ലാ ഓയിൽസും ഒരു ദിവസം വരുമ്പോൾ അത് ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്യുക. എല്ലാം കൂടെ ഓരോ സ്പൂൺ ഉപയോഗിക്കാനല്ല ഞാൻ പറഞ്ഞത്. ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എല്ലാ തരം ന്യൂട്രിയൻസും നമുക്ക് ആ ഓയിലിൽ നിന്ന് ലഭിക്കും. ഓയിലിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ, ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ്, വൈറ്റമിൻ എ, ഡി, ഇ, കെ, ഇങ്ങനെയുള്ള വൈറ്റമിൻസിൻ്റെ അബ്സോർപ്ഷന് ഓയിൽസ് അഥവാ ഫാറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിൽ അത്യാവശ്യം നമ്മുടെ ബോഡിക്ക് വേണം. അതുപോലെ തന്നെ സൺലൈറ്റിൽ നിന്ന് വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നതിനും നമുക്ക് ഓയിൽ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിൽ കംപ്ലീറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യാനൊന്നും പാടില്ല. ഒരു ദിവസം 3 ടീസ്പൂണിൽ കൂടുതൽ ഓയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ സ്കിന്നിനെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നതിനും ഒക്കെ ഓയിൽസ് ആവശ്യമാണ്. പ്രത്യേകിച്ച് വൈറ്റമിൻ ഇയുടെ അബ്സോർപ്ഷൻ ഓയിൽ വേണ്ടതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഇ നിങ്ങൾക്കറിയാം അല്ലേ? നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമ്പോൾ അറിയാം വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് പൊട്ടിച്ചിട്ടിട്ട് അത് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ അബ്സോർപ്ഷന് എപ്പോഴും ശരീരത്ത് ഓയിൽ ആവശ്യമാണ്. ചെറിയ ക്വാണ്ടിറ്റിയിൽ, ഞാൻ ഒരുപാട് ലാർജ് ക്വാണ്ടിറ്റി അല്ല പറയുന്നത്, ചെറിയ ക്വാണ്ടിറ്റിയിൽ അത്യാവശ്യം തന്നെയാണ്. ഇപ്പോൾ കോൺസ്റ്റിപ്പേഷനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ രാത്രിയിൽ ഒരു ഗ്ലാസ് പാലിൽ ചെറിയൊരു സ്പൂണ് നെയ്യ് മിക്സ് ചെയ്തിട്ട് അത് കുടിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ മാറാനായിട്ട് അത് സഹായകരമാണ്. അതുപോലെ തന്നെ ആവണക്കെണ്ണ രാത്രിയിൽ 1 സ്പൂൺ കുടിക്കുന്നത് കോൺസ്റ്റിപ്പേഷൻ മാറാനായിട്ട് സഹായകരമാണ്. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്, പല പ്രയോജനങ്ങളുണ്ട് ഓയിൽസിന്. ഇപ്പോൾ ഏകദേശം എല്ലാ ഓയിൽസിനെ പറ്റി നിങ്ങൾക്കൊരു ധാരണ കിട്ടിക്കാണുമെന്ന് വിചാരിക്കണം. ഇനി എന്തെങ്കിലും ഓയിൽ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഓയിലിനെ കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ഫ്രീ ആയിട്ട് ചോദിക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.